ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ജീന. എല്ലാവർക്കും സുഖാന്ന് കരുതണോ? കിലുക്ക സിനിമയില് പൊട്ടംകളി കളിച്ച് താൻ ആഗ്രഹിച്ചത് നേടുന്ന നന്ദിനിയുടെ റോള് രേവതി എന്ന അതുല്യ നടി ഭംഗിയായി ചെയ്തിരുന്നു അല്ലെ. ചെയ്യാനുള്ളതൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് ഞാൻ ഇത്രയേ ചെയ്തുള്ളൂ, അതിനാണ് ഇവന്മാരെ കടന്ന് ബഹളം ഉണ്ടാക്കുന്നതെന്ന ആ ഒരു അടിപൊളി ഡയലോഗ് കൂടി രേവതിയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്. ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ട് ഞാൻ ഇത്രയേ ചെയ്തുള്ളൂ എന്നും പറഞ്ഞ് നിഷ്കളങ്കത അഭിനയിക്കുന്ന വേറെയും നടിമാരുണ്ട്. പക്ഷെ അവരിപ്പോ അഭിനയിക്കുന്നത് സിനിമയിലല്ല, രാഷ്ട്രീയത്തിലാണെന്ന് മാത്രം. കിലുക്കത്തിലെ കിറുക്കത്തി പെണ്ണിന്റെ റോള് രേവതിയുടെ കയ്യിൽ പ്രിയദർശൻ ഭദ്രമായി ഏൽപ്പിച്ചതുപോലെ സൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്നിട്ടും സിനിമയിൽ അത്രയങ്ങ് ശോഭിക്കാൻ കഴിയാതിരുന്ന ചില നടിമാര്, ചില സൂത്രധാരന്മാര് പ്രത്യേക റോളും കൊടുത്തിട്ട് കേരള രാഷ്ട്രീയത്തിലേക്കും ഇറക്കി വിട്ടിട്ടുണ്ട്. അരി എത്രയെന്ന് ചോദിക്കുമ്പോ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞും, തെളിവ് ചോദിക്കുമ്പോ നല്ല വെളുക്ക ചിരിച്ച് പായസം കുടിക്കാനൊക്കെ പറഞ്ഞും രേവതിയെ പോലെ പൊട്ടം കളിച്ച് മറ്റുള്ളവരെ പൊട്ടന്മാരാക്കിക്കൊണ്ട് ചേച്ചിമാരങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കിലുക്കം സിനിമയിലെ രേവതി പൊട്ടം കളിക്കുന്നത് തന്റെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ ചിലര് പൊട്ടം കളിക്കുന്നത് വയറ്റിലുള്ള കൊച്ചിന്റെ അച്ഛനെ കിട്ടാൻ വേണ്ടിയിട്ടാണത്രേ. കോൺഗ്രസ് പാർട്ടിയിലെ സുമുഖനായ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി ഉന്നയിച്ച് മുക്കിലും മൂലയിലും നിന്ന് വരെ സ്ത്രീകളെ രംഗത്തെത്തിയതും, ചിലതൊക്കെ ഗർഭം കലക്കി പടക്കം പോലെ നല്ല സൗണ്ടിൽ പൊട്ടിയതും, ചിലതൊക്കെ തിരികൊളുത്തി പൊട്ടാൻ റെഡിയായി ചീറ്റി വന്നപ്പോഴേക്കും നായ വന്ന് മുള്ളി നനഞ്ഞ പടക്കങ്ങളായി മാറിയതും നമ്മൾ കണ്ടിരുന്നു. ഒരു സിനിമയിലെ ബിജു മേനോൻ പറയുന്നില്ലേ, പിന്നെ തോരൻ വന്നു, ഓലം വന്നു, കാളം വന്നു, അവിയല് വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാർ വന്നു, രണ്ടു കൂട്ടം പായസം വന്നു എന്നൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നാളായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥയും ഇതുപോലൊക്കെ തന്നെയാണ്. ഒന്നിനു പിറകെ ഒന്നായി പീഡന പരാതികളും കൊണ്ട് തരുണി മണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഹൂ കെയർസ് ബാനറും കൊണ്ട് ആദ്യ ആരോപണമായിട്ട് വന്നത് നടി റിനി ആൻഡ് ജോർജ് ആയിരുന്നു. പിന്നാലെ പേരറിയുന്നതും അറിയാത്തതുമായവരുടെ വോയിസ് ക്ലിപ്പുകളും ധാരാളം പുറത്തു വന്നു. എന്നാലും റിനി ആൻഡ് ജോർജിന്റെ തട്ട് താട് തന്നെയിരുന്നു. റിനി ചേച്ചി എവിടെ പോയാലും പുറകെ നടന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള തെളിവുകളും ചോദിച്ച് നടന്നിരുന്ന മാധ്യമ പ്രവർത്തകരോട് അവരുടെ ചോദ്യങ്ങൾക്ക് എന്നെ തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ പായസമൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് പരസ്പര ബന്ധമില്ലാതെ ആകെ ഒരു കിലുക്കം രേവതി സ്റ്റൈലിലുള്ള ഉത്തരങ്ങളായിരുന്നു റിനി ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഈ മാധ്യമ പ്രവർത്തകർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. രാഹുലിന്റെ വാദങ്ങള് ഖണ്ഡിക്കത്തക്ക തെളിവുകൾ കയ്യിലുണ്ടോന്ന് റിനി ആൻഡ് ജോർജിനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുമ്പോ, അയ്യോ തെളിവുകളെന്ന് പറയുമ്പോ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ അങ്ങനെ വലിയ തെളിവുകളൊന്നുമില്ല എന്നൊക്കെയാണ് റിനി ആൻഡ് ജോർജിന്റെ ഉത്തരം. അതായത് ഒരു ഗർഭം കലക്കി പടക്കം പോലെ വന്നിട്ടിപ്പോ തെളിവ് ചോദിക്കുമ്പോ നായമുള്ളി നനഞ്ഞ പടക്കം പോലെയാവുകയാണ് റിനി ചേച്ചിയും കൂട്ടരും. അത്യാവശ്യം സൗന്ദര്യമൊക്കെ ഉണ്ടായിട്ടും സിനിമയിൽ വേണ്ടതുപോലെ ശോഭിക്കാൻ കഴിയാത്തതിന്റെ ആ ഒരു വിഷമം ഏതായാലും റിനി ചേച്ചിക്ക് ഇപ്പൊ മാറി കിട്ടിയിട്ടുണ്ടാവും. FB-യിലും ഇൻസ്റ്റയിലൊക്കെ ഫോളോവേഴ്സായി, ഉദ്ഘാടനങ്ങൾ കൂടി, വരുമാനം കൂടി, അടുത്ത തവണ ബിഗ് ബോസിലേക്ക് ഉറപ്പുള്ള ഒരു കണ്ടസ്റ്റന്റും ആയി. അങ്ങനെ തെളിവുകളൊന്നുമില്ലാതെ കുറച്ച് ആരോപണങ്ങൾ മാത്രമായി വന്നിട്ട് കൂടി ചേച്ചിക്ക് ഏതായാലും ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ലഭിച്ച മട്ടാണ്. ഈ റിനി ആൻഡ് ജോർജിന്റെ ചില വീഡിയോസ്, ചില ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ അതിൽ അവരോട് ചില പൈങ്കിളി മാധ്യമങ്ങൾ ചോദിക്കുന്ന ദ്വയാർത്ഥങ്ങൾ അടങ്ങിയ ചോദ്യങ്ങൾക്ക് അവര് വളരെ നിഷ്കളങ്ക എന്ന വ്യാജേന നൽകുന്ന മറുപടികള് ആരെങ്കിലും ഒന്ന് കുണുങ്ങാൻ വന്നാല് ഒന്ന് കുണുങ്ങാനും ചേച്ചിക്ക് വലിയ മടിയൊന്നും ഇല്ലെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രത്യേകിച്ച് വലിയ തെളിവുകളൊന്നും ഇല്ലാതിരുന്നിട്ടും ഇത്രയൊക്കെ പുകിലുകൾ ഉണ്ടാക്കിയ ചേച്ചി പക്ഷെ ഈ ദ്വയാർത്ഥങ്ങൾ അടങ്ങിയ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്ന രീതി കണ്ടാൽ തന്നെ മനസ്സിലാവും സ്ത്രീകൾക്ക് വേണ്ടി പോരാടാൻ ഉറച്ച ചേച്ചിയുടെ പ്രതിബദ്ധതയുടെ നിലവാരം. ഈ രാഹുൽ മാങ്കൂട്ടം ചിലപ്പോൾ നല്ല ഒന്നാം തരം കോഴി തന്നെയായിരിക്കും, പക്ഷെ അത് അറിഞ്ഞും വെച്ചുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഭാവിയിൽ ഉപകരിക്കാൻ വേണ്ടിയിട്ട് തവിടും അരിയും എറിഞ്ഞു കൊടുത്ത് വശത്താക്കിയിട്ട് പിന്നെ ഈ ചെറ്റത്തരം കാണിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധി ഏതായാലും വളരെ നല്ലതായിരിക്കും. എന്തായാലും പണവും പദവിയും പബ്ലിസിറ്റിയും ഒക്കെ ഉള്ള കോഴികള് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പണ്ടെങ്ങോ ഇട്ട മുട്ടയുടെ കണക്കും പറഞ്ഞുകൊണ്ട് കള്ളിക്കുയിലുകൾ കൂട്ടമായി പറന്നിറങ്ങുന്നതാണ് ഇപ്പൊ ട്രെൻഡ്.